തൃശൂർ വടക്കഞ്ചേരിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ കോഴ വാഗ്ദാന പരാതിയിൽ വിജിലൻസ് അന്വേഷണം. CPIM സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ 50 ലക്ഷം രൂപ ഓഫർ ചെയ്തു എന്ന് ലീഗ് സ്വതന്ത്രന്റെ ശബ്ദരേഖ. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EU ജാഫറാണ് 50 ലക്ഷം രൂപയുടെ ഓഫർ ലഭിച്ചതായി വെളിപ്പെടുത്തിയത്. പ്രതികരണത്തിലേക്ക്. ഞാൻ അങ്ങനെയല്ലല്ലോ, സ്വതന്ത്രനാണ് പ്രസിഡന്റ്, അല്ലാതെ CPM അല്ല പ്രസിഡന്റ്. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്. ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. ഇവിടെ 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കും, 1-2 റുപ്യല്ല. ഇതൊക്കെ ഇയാണെങ്കിൽ എന്റെ കണ്ണ് മഞ്ഞടിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഈ എന്താ വിചാരിച്ച് പ്രസിഡന്റ് എന്ന് പറയുമ്പോ? അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുമ്പോ അതിന്റെ പവർ എന്താന്ന് നടക്കല്ലോ അറിയാം. ഇതാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ കൂടെ നിന്നാ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ. ഇതാകുമ്പോ ഒന്നും അറിയണ്ട, നമ്മളവിടെ പോയിരുന്ന് കസേരയിൽ കയറിയിരുന്നാൽ മതി. കോൺഗ്രസ് ആണ് ജാഫറിന്റെ ഈ ശബ്ദരേഖ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് അനിൽ അക്കരെയാണ് DGPക്കും വിജിലൻസിനും പരാതി നൽകിയത്. ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ലെവിൻ, ഈ LDFനും UDFനും 7 വീതം അംഗങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ കുറച്ചു മുൻപ് ശബ്ദരേഖയിൽ കേട്ട ജാഫർ കൂറുമാറിയതിനെ തുടർന്ന് അവിടെ ഇടതുമുന്നണിയാണ്, LDF ആണ് വന്നത്. ഈ കോൺഗ്രസിന്റെ ആരോപണങ്ങൾ ശരിയെന്ന് സ്ഥിരീകരിക്കുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരമൊരു ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ ആധികാരികത പൂർണ്ണമായും നമുക്ക് ഉറപ്പിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ അനിലക്കരയുടെ പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഈ ഘട്ടത്തിൽ അത് ഈ ശബ്ദരേഖയെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള അന്വേഷണമാണ് എന്ന് പറയാമെങ്കിലും ഇതിന്റെ ആധികാരികത നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തേണ്ടത് EU ജാഫറും അതേപോലെ തന്നെ EU ജാഫർ സംസാരിച്ച കോൺഗ്രസിന്റെ പരവൂർ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള മുസ്തഫയും ചേർന്നാണ്. അവർ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കണം. ഈ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ വള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള PI ഷാനവാസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഓഡിയോ ശബ്ദ സംഭാഷണം പുറത്തു വരുന്നത്. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ അനിലക്കര പരാതിപ്പെടുകയും അനിലക്കരയുടെ പരാതിയിൽ വിജിലൻസ് അന്വേഷണം പ്രാഥമിക അന്വേഷണത്തിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഈ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചുകൊണ്ട് LDFും UDFും 7-7 എന്നുള്ള നിലയിൽ സീറ്റ് നിലയിൽ എത്തുകയും അവിടെ ടോസിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. പിന്നീട് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ PA നഫീസയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഈ ജാഫർ മാഷ് എന്ന് പറയുന്ന EU ജാഫർ മുസ്ലിം ലീഗിന്റെ തളി ഡിവിഷനിൽ നിന്നുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്. ഇദ്ദേഹം അനുകൂലമായി വോട്ട് ചെയ്തതിനെ തുടർന്നാണ് CPM ഭരണസമിതി അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നത്, പ്രസിഡന്റ് അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീട് ഇത് തെറ്റായി പോയ നടപടിയാണെന്ന് കണ്ടതിനെ തുടർന്ന് മുസ്ലിം ലീഗിന്റെ കൂടി സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ EU ജാഫർ തന്റെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ഇപ്പോൾ ഓഡിയോ സംഭാഷണം പുറത്തു വന്നിട്ടുള്ളത്. ഈ സംഭാഷണത്തിൽ പറയുന്നത് 2 ഓപ്ഷനാണ് തനിക്ക് മുന്നിലുള്ളത്. ഒന്നുകിൽ 50 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക. രണ്ടാമത്തെ കാര്യം LDFനോടൊപ്പം ചേർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുപ്പ് ഭരണസമിതിയുടെ ഭാഗമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷനാണ് താൻ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ ശബ്ദ സംഭാഷണത്തിൽ പറയുന്നത്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാം, 50 ലക്ഷം വാങ്ങി ലൈഫ് സെറ്റിൽ ചെയ്യാനാണ് എന്റെ തീരുമാനം എന്നുള്ള കാര്യവും ഈ ഓഡിയോ സംഭാഷണത്തിൽ ജാഫർ പറയുന്നുണ്ട്. വടക്കാഞ്ചേരിയിൽ തന്നെയുള്ള അല്ലെങ്കിൽ വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിന് കീഴിലെ വരവൂർ ബ്ലോക്ക് കോൺഗ്രസിന്റെ ഭാരവാഹിയായിട്ടുള്ള A മുസ്തഫയോടാണ് ഈ സംഭാഷണം നടത്തിയത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള പരാതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ ശ്രീ ഷാനവാസ് ചേലക്കര, കോൺഗ്രസ് നേതാവ് ശ്രീ ഷാനവാസ് ചേലക്കര നമുക്കിപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ഷാനവാസ് ചേലക്കര, ഗുഡ് മോർണിംഗ്. കേൾക്കാമോ അങ്ങക്ക്? ഗുഡ് മോർണിംഗ്. കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ, ഈ ആരോപണങ്ങളൊക്കെയും കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങളൊക്കെയും അല്ലെങ്കിൽ അനിലക്കരയുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും സ്ഥിരീകരിക്കുന്ന ഒരു ശബ്ദരേഖ കോൺഗ്രസ് തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. അങ്ങയുടെ പ്രതികരണം എന്താണ് വിഷയത്തിൽ? വളരെ ഗൗരവമുള്ള, വളരെ ഗുരുതരമായിട്ടുള്ള CPMന്റെ കരുവന്നൂർ ലോബിങ്ങിൽ ഉൾപ്പെട്ട, കരുവന്നൂർ തട്ടിപ്പിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട ED കേസെടുത്ത് അന്വേഷണം നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട 2 MLAമാരും ഒരു MP സൂപ്പർവിഷനിൽ നടന്ന ഒരു വലിയ ഓപ്പറേഷനാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് നടന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള വലിയ മുന്നേറ്റം നടത്തി 7 സീറ്റുകളിൽ UDFന് വിജയിക്കാൻ കഴിഞ്ഞത് മുതൽ ആ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണ ചുമതല ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന KV നഫീസയ്ക്ക് ഉറപ്പിക്കാൻ വേണ്ടി
കരുവന്നൂർ ലോബി നടത്തിയ 50 ലക്ഷം രൂപയുടെ ഡീലിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും പിന്നെ മാറാത്ത, അല്ലെങ്കിൽ ഒരിക്കലും വേറെ തരത്തിൽ വോട്ട് ചെയ്യാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞ വോയിസ് രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ശ്രീ ഷാനവാസ്, ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഈ ജാഫർ ഈ റഷീദ്, അദ്ദേഹം CA റഷീദിനോടാണല്ലോ ഫോണിൽ സംസാരിക്കുന്നത്. അപ്പം അദ്ദേഹവുമായിട്ട് അങ്ങ് നേരിട്ട് സംസാരിച്ചിരുന്നോ? മുസ്തഫ സംസാരിച്ചിരുന്നു. അപ്പം ഈ ജാഫർ ഇപ്പോഴും ആ മുൻ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഈ 50 ലക്ഷം വാഗ്ദാനം ചെയ്തിരുന്നു, ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും. 50 ലക്ഷം രൂപയോ അല്ലെങ്കിൽ പ്രസിഡന്റ് പദവിയോ തന്റെ ഉള്ളം കയ്യിലുണ്ടെന്നും താൻ രാഷ്ട്രീയം നടത്തുന്നത് ലൈഫ് സെറ്റിൽ ആവണമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി ആര് പറഞ്ഞു, ആരാണ് 50 ലക്ഷം രൂപ കൊടുക്കാൻ പിന്നെ ഇദ്ദേഹത്തോട് പറഞ്ഞതെന്നും, ആരാണ് ഇത് സൂപ്പർവിഷൻ നടത്തിയ ആളുകൾക്ക് ഇദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ച് ഇതിൽ ഡീൽ ഉറപ്പിച്ചു എന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരാനുണ്ട്. ശ്രീ ഷാനവാസ്, ഇതിപ്പോ 2010 മുതൽ 15 വർഷമായിട്ട് LDFന്റെ ഭരണത്തിലാണ് ഈ സ്ഥലം പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം ഈ 50 ലക്ഷം വാഗ്ദാനമുണ്ട്, അല്ലെങ്കിൽ ഈ മറ്റ് പദവികൾ വാഗ്ദാനമുണ്ട്, ഇതെന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നേതാക്കളുടെ എന്തെങ്കിലും പ്രതികരണങ്ങളൊക്കെ ഈ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, ഇടതു നേതാക്കളുടെ? ഇതിനെക്കുറിച്ച് പറയാം. ഇത് ഒരു 3 വടക്കാഞ്ചേരിയും ചേലക്കരയും അതുപോലെ കുന്നംകുളത്തിനെയും കൂടി ചേർത്ത് നിർത്തുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്. പിന്നെ അപ്പോ ഇവിടെ CPM അപ്രമാദിത്താണ്. വളരെ വലിയ ഒരു വൈസ്രോയ് ബംഗ്ലാവ് പോലെയാണ് ഇത് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അവിടെ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് കയ്യിൽ നിന്ന് പോവുകയോ ഇതിന്റെ ഭരണം നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ CPM വലിയ തിരിച്ചടിയാവുന്ന കാര്യത്തിൽ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഇടപെടൽ നടത്തിയിട്ടുള്ളത്. ഇത് ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ, നമ്മുടെ പ്രാദേശിക നേതൃത്വം ഈ ഒരു കാര്യം പോലും അറിഞ്ഞിട്ടില്ല, ഈ ഓപ്പറേഷന്റെ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല. അവരൊക്കെ അസംതൃപ്തരാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഇത്രയും പണം കൊടുത്ത് ഈ പ്രസിഡന്റ്ഷിപ്പ് പിടിച്ചെടുക്കാൻ വേണ്ടി ഇത്രയും, അതായത് ഈ മുൻപെങ്ങുമില്ലാത്ത തരത്തിലുള്ള ഈ പണത്തിന്റെ സ്രോതസ് അന്വേഷിക്കണം. എങ്ങനെയാണ് ആരാണ് പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്, ആരാണ് ഇതിന് പിന്നിലുള്ളത്? ഞങ്ങൾക്ക് ശക്തമായിട്ട് അറിയാം. ഈ ED ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ള CPMന്റെ 3 MLA-മാർ MP അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് പ്രതികളാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ ഷാനവാസ്. നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ജോയിൻ ചെയ്തതിന് ഇപ്പോൾ പറഞ്ഞ പോലെ ഇതിൽ എന്താ നടന്നതെന്നുള്ള കാര്യമാണ് ഇനി പുറത്തറിയേണ്ടത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്നുള്ള ഗുരുതരമായൊരു പരാതി കോൺഗ്രസ് ഉന്നയിച്ചു. അത് സാധൂകരിക്കുന്ന ടെലിഫോൺ സംഭാഷണമാണ് ഇപ്പോൾ കോൺഗ്രസ് തന്നെ അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്.